ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന സാക്ഷ്യം വലിയൊരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യം ഇത് കേൾക്കാൻ പോകുന്നത്. കാരണം ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ കയ്യിലിരിക്കുന്ന കുഞ്ഞല്ല എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് മുന്നോട്ട് എന്തുമാത്രം പോകുമെന്ന് പോലും, കാരണം എന്താണ് കാരണമെന്ന് പോലും ഡോക്ടേഴ്സ് അറിയാൻ മേലാതെ ഈ കുഞ്ഞ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അച്ഛൻ പറയുന്നതിന് കുഴപ്പമില്ലോ അല്ലേ, കുഴപ്പമില്ലോ, ഈ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഓട്ടിസം ബാധിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയായിരുന്നു ഈ കുഞ്ഞ്. എൻ്റെ അന്ന് ഉടുപ്പ് മാറ്റി എന്നെ കാണിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പോലും ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല ഈ കുഞ്ഞ് മുന്നോട്ട് പോകുമോ എന്നുപോലുമുള്ള ഒരവസ്ഥയിലാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവരിവിടെ വരികയും പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ സന്നിധിയെ സമർപ്പിച്ച് പിന്നീടുള്ള കാര്യമൊക്കെ ഇവർ പറഞ്ഞോളൂ. എൻ്റെ പേര് ഗ്രേസി. ഞങ്ങളുടെ ഇവിടെ അടുത്താണ് വീട്. എൻ്റെ മോള് ഗർഭിണിയായി 7-ാം മാസം സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു കൊച്ചിന് വെയിറ്റ് കുറവാണ്. അത് കഴിഞ്ഞ് പ്രസവിച്ചു. കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോഴും തീരെ വെയിറ്റ് കുറവായിരുന്നു. രണ്ടാഴ്ച കഴിഞ്ഞ് ഇവിടെ ആശുപത്രി കാണിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം ഒരു 100 ഗ്രാം പോലും കൂടിയിട്ടില്ല വന്നപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര വിഷമമായിരുന്നു. ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു മാതാവിന് സമർപ്പിച്ച് സാക്ഷ്യം പറഞ്ഞു, അവൾ നേർന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ നേർന്നു പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഒരു വചനം ചൊല്ലാൻ, എസക്കിയ 37:9, കർത്താവ് അരുളിച്ചെന്ന് ജീവശ്വാസമേ നീ 4 വായ്ക്കളിലൂടെ നിഹിതന്മാരിലേക്ക് വീശുക, അവർക്ക് ജീവൻ ഉണ്ടാകട്ടെ എന്ന് വചനം തേരം ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ട് കാണിച്ചപ്പോൾ കുഞ്ഞിന് നല്ല രീതിയിൽ വെയിറ്റ് വന്നു. കുഞ്ഞിന് നോർമലായി, യാതൊരു കുഴപ്പവുമില്ല. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വളരെയേറെ നന്ദി പറയുന്നു. അച്ഛനും നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം.